സാഹിത്യകാരൻ കെ പുണ്യത്തിന്റെ ഓർമ്മയ്ക്കായി പുണ്യം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ കെ പുണ്യം സ്മാരക സാഹിത്യ പുരസ്കാര സമർപ്പണവും ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനവും 28-ന് നടക്കും. വൈകിട്ട് 5-ന് പുണ്യം സ്രാമ്പിയിൽ ചേരുന്ന ചടങ്ങിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് പി സന്തോഷ് അധ്യക്ഷനാകുമെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവാർഡ് ജേതാവിനെ കെ പുണ്യം സ്മാരക സമിതി കൺവീനർ പുണ്യം ചന്ദ്രൻ സദസ്സിന് പരിചയപ്പെടുത്തും. പുരസ്കാര ജേതാവ് സോമൻ കടലൂർ മന്ത്രിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങും. ചടങ്ങിൽ ബാങ്ക് പണിയുന്ന കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 25ാം വാർഷികത്തിന്റെ സമാപന സമ്മേളനം ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യാണ്. അന്ന് തന്നെയാണ് നമ്മുടെ പുണ്യം ബാങ്കിന്റെ കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം പുണ്യം സറാമ്പി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ശിലാസ്ഥാപനം നടത്തുന്നു. അതുപോലെ തന്നെ കെ പുണ്യത്തിന്റെ നാമധേയത്തിലുള്ള പുണ്യം ബാങ്ക് കഴിഞ്ഞ വർഷം മുതൽ തുടക്കം കുറിച്ച സാഹിത്യത്തിനുള്ള അവാർഡ് ഈ പ്രാവശ്യം കരസ്ഥമാക്കിയുള്ളത് സോമൻ കടലൂരാണ്. ആ അവാർഡ് സമർപ്പണവും ആ വേദിയിൽ വെച്ച് തന്നെ നടത്തുന്നതാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയാണ് അവാർഡ് സമർപ്പിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് പി സന്തോഷ്, സെക്രട്ടറി M റീജ, സ്മാരക സമിതി കൺവീനർ പുണ്യം ചന്ദ്രൻ, ബാങ്ക് ഡയറക്ടർ K മോഹനൻ, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി PK രമ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.